ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്ക് കുറച്ച് നല്ല ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ, പഴുത്ത ചക്ക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു ചക്കയട തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്ക കുരുവെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല, ആവശ്യത്തിന് എടുക്കുക. അതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ അത് ഞാൻ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് മാവ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനവിടെ 1 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ഞാനതുപോലെ 1 കപ്പ് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൽ ഒരു രണ്ടരയൊക്കെ എടുക്കാം കേട്ടോ. നെയ്യൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് അത് കൈകൊണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കയുടെയാണ് നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചക്ക അടിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചക്ക എപ്പോഴും ഇച്ചിരി മുന്നിട്ട് നിൽക്കണമെങ്കിൽ അതിൻ്റെ മണമൊക്കെ നമുക്ക് നല്ലപോലെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ അരി 1 കപ്പ് എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ ചക്ക ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് 1 കപ്പ് ഞാൻ ആദ്യം ചക്ക അരച്ചത് എടുത്തിട്ടുണ്ട്. അത് ചേർത്തൊന്ന് കുഴയ്ക്കുക. ഇനി നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാം. ബാക്കി ചക്കയൊക്കെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചക്ക എപ്പോഴും ഇച്ചിരി കൂടുതൽ തന്നെ ആയിരിക്കണം മാവിനേക്കാളും. നല്ലപോലെ കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കര എല്ലാം ഞാനിവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്. നല്ല മധുരമുള്ള ചക്കയാണ്, അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല ചൂടോടെ ഒഴിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് ഇളക്കാതെ ഞാനിതുപോലെ ഒരു തവി ഉപയോഗിച്ച് ഇളക്കുന്ന കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ശർക്കര പാനി വീണ്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടണുണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടി നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതാത് സമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചുക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ ഒരു നല്ല മണം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചുകൂടെ ശർക്കര പാനി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വേണം ഒഴിക്കാൻ. ഒരുപാട് കൂടിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാം. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ചക്ക സീസണിൽ നമുക്കിങ്ങനെ പല ഐറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ അല്ലേ. ചക്ക അട ഉണ്ടാക്കാറുണ്ട്, ചക്കപ്പുട്ട് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ചക്ക നമ്മൾ പഴംപൊരിയായിട്ട് പഴുത്ത ചക്ക ഇങ്ങനെ പഴംപൊരി ഉണക്ക് പൊരിച്ചെടുക്കാറുണ്ട്. അതുപോലെ ചക്ക വെച്ചിട്ട് പല സ്നാക്സും നമ്മൾ തയ്യാറാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ വാഴയില എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിട്ടുണ്ട്. വാഴയിലയിലേക്ക് നമുക്ക് കുറച്ച് മാവ് ഇതുപോലെ എടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ആദ്യം മാവ് വെച്ച് കൊടുത്തതിന് ശേഷം ഇല ഇതുപോലെ ഒന്ന് നമുക്ക് മടക്കിയെടുക്കാം. അതിന് ശേഷം നമ്മുടെ ഇലയുടെ മീതെ കൂടെ തന്നെ നമ്മുടെ കൈയുടെ വെള്ളം കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തിയെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ നല്ല പൂ പോലെയുള്ള ചക്കയുടെ നമുക്ക് ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഞാനിതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടോ. പല രീതിയിൽ ചക്കയുടെ ഉണ്ടാക്കുന്നവരുണ്ട്. ചക്ക എല്ലാം ശർക്കര വരട്ടി പോലെ വരട്ടിയതിന് ശേഷം മാവിനകത്ത് ഫില്ലിങ്ങായിട്ട് വെക്കുന്നവരുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വെള്ളം ഇതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഇലയുടെ എല്ലാം ഇതുപോലെ നമുക്ക് പറക്കി വെച്ച് കൊടുക്കാം. ഇതെല്ലാം പറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് കുറഞ്ഞത് നല്ലപോലെ നമുക്ക് വേവിച്ചെടുക്കാം. ആദ്യം ഒന്ന് നല്ലപോലെ തീ കൂട്ടി വെച്ച് വെള്ളം തിളച്ചതിന് ശേഷം വെള്ളം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. തീ ഒന്ന്
കുറച്ച് വെച്ച് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം. ഒരുപാട് കുറച്ചൊന്നും വെക്കരുത്. ഒരു 10-20 മിനിറ്റ് നല്ലപോലെ വേവിച്ചെടുക്കണം. അപ്പോഴേ വെന്ത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ തണുത്തതിന് ശേഷം ഒരുവിധം ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ കണ്ടല്ലോ. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചക്കയുടെ അവിടെ റെഡിയായിട്ട് നല്ല ടേസ്റ്റായിട്ട് ഇതിൻ്റെ മണം ഉണ്ടല്ലോ. ഇത് വെന്ത് ആ വാഴയിലയുടെയും ഏലക്കായുടെയും എല്ലാം മണം ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ അഭിപ്രായങ്ങൾ അറിയുമ്പോഴാണ് ഒന്നുകൂടി വീഡിയോ ഇടാനുള്ള സന്തോഷം എനിക്കുണ്ടാകുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ.